ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഉപ്പൻ്റെ ഫാമിലീൻ്റെ ഒരു ഗെറ്റ് ടുഗദറാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയമായിരുന്നു ഞാൻ ഫസ്റ്റായിട്ട് വ്ളോഗ് ചെയ്തത്. ഇതിപ്പം രണ്ടാമത്തെ വർഷമാണ് നമ്മളിങ്ങനെ ഒരു ഫാമിലി മീറ്റപ്പ് പോലെ ഒരു പരിപാടി നടത്താൻ തുടങ്ങിയിട്ട്. അപ്പം കഴിഞ്ഞ വട്ടം ഞങ്ങളുടെ നാട്ടിൽ തന്നെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മൾ കുറച്ച് കലാപരിപാടികളും ഗെയിംസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ചെറിയൊരു ട്രിപ്പും അതിൻ്റെ കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് തിരൂർ കൂട്ടായി കടവ് റിസോർട്ടിലേക്കാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കസിൻസും ഏകദേശം ആൾക്കാരൊക്കെ പുതിയങ്ങാടിയും ഞങ്ങളുടെ നാട്ടിൽ നിന്നായിരുന്നു ഉള്ളത്. കുറേ ആൾക്കാരൊക്കെ വയലിൽ നിന്ന് ജോയിൻ ചെയ്യാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ബസ്സിലായിട്ടാണ് പോയത്. കാരണം ഏകദേശം ഒരു 90-95 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു ബസ്സിൽ പോകാൻ കഴിയില്ല, 2 ബസ്സിലായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 7:45 സമയത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ ബസ്സിലെ സ്ഥിരം കലാപരിപാടികളൊക്കെ തന്നെ. അയറിന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ ബസ്സിൽ അടിച്ച് പൊളിച്ചാണ് അവിടെ വരെ എത്തിയിട്ടുള്ളത്. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് വീഡിയോ ഇത്ര മാക്സിമം സ്പീഡിൽ അപ്ലോഡ് ചെയ്തത്. കാരണം കൂടുതലും പാട്ടുകളും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ബസ് ഇറങ്ങി ഇപ്പോൾ റിസോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബുള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ. അടിപൊളി ഒരു പുഴേൻ്റെ തീരത്തായിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ റിസോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും പൂളും അങ്ങനെ വേണ്ട എല്ലാ ഗെയിംസും, ഷട്ടില്, ഫുട്ബോള്, ക്യാരംസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും അടങ്ങിയ സ്റ്റേജ് അടക്കം ഉള്ള ഒരു റിസോർട്ടിലായിരുന്നു കേട്ടോ നമ്മൾ പോയത്. അടിപൊളിയായിരുന്നു. കുട്ടികളൊക്കെ അവിടെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നേരെ ആ പാർക്കിലേക്ക്, ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച്. അപ്പം റിസോർട്ടിൻ്റെ അകത്ത് കൊണ്ട് ഈ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങി ഒന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ ഇനി വന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു സ്നാക്സും ചായയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിക്കുകയാണ്. പിന്നെ ചെറുതായിട്ടൊരു മഴയുള്ള ദിവസമായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് മഴയുള്ള സമയവും കുറച്ച് മഴ ഇല്ലാത്തൊരു സമയമൊക്കെ ആയിട്ട് കിട്ടിയതുകൊണ്ട് പരിപാടി മാക്സിമം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ചായ കുടിക്കുന്ന സമയത്തൊക്കെ പുറത്ത് നല്ല ഹെവി മഴ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളിങ്ങനെ അകത്തിരുന്നിട്ടാണ് എല്ലാവരും ചായ കുടിച്ചിട്ടുള്ളത്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉദ്ഘാടന പരിപാടികളൊക്കെ തുടങ്ങും. അപ്പം ജസ്റ്റ് മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയതേനു. പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്ക് തന്നെ കേട്ടോ. ഈ ഉദ്ഘാടനമൊക്കെ തുടങ്ങുന്ന മുന്നേ തന്നെ എല്ലാവരും വന്നൊരു പ്രശ്നത്തിൽ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു ഈ ഉദ്ഘാടന പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാലൻ കുടുംബം. അപ്പോൾ ഉദ്ഘാടന പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടേനു, പക്ഷേ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ആ മഴയോടൊപ്പം തന്നെ ഞങ്ങളുടെ പരിപാടിയും കൂടി ആയപ്പം അടിപൊളിയായി. ഈ സമയത്തും ചെറിയ കുട്ടികളൊക്കെ അവിടെ കൂടുതലും പാർക്കിൽ കളിക്കുകയായിരുന്നു കേട്ടോ. അവർക്കിതൊന്നും കേട്ടിരിക്കാനുള്ള ക്ഷമയില്ലല്ലോ, അതുകൊണ്ട് അവർ കൂടുതലും അവിടെ പുറത്ത് കളിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ലത്തീഫിനെ ഞാൻ ആദരപൂർവ്വം നമ്മളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളെ ഈ കുടുംബത്തിന്റെ ഏറ്റവും മൂത്ത ആളാണ് നമ്മളെ എളാമ. നമ്മളെ പ്രായം വകവെക്കാതെ ഞാനും ഇനിയും പഠിച്ച ആയുസും ആഫിയത്ത് കൊടുക്കട്ടെ. ഇതുപോലെ നമ്മളെ കൂടെ വന്ന് സന്തോഷത്തോടെ
പരിപാടിയിൽ പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യം കൊടുക്കട്ടെ. ആമീൻ. ഇതാ കണ്ടില്ലേ, എല്ലാവരും നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുട്ടികളും ഞങ്ങളും ഞങ്ങളുടെ ഉമ്മമാരും എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. വളരെ ഹാപ്പി ആയിരുന്നു, വേറെ ഒരു ടെൻഷനും ഇല്ലാതെ ഫാമിലിയുടെ ഒപ്പം ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണല്ലോ. അപ്പോൾ അതുപോലെ ഒരു നല്ല ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾക്കാരാണ് കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതാ എല്ലാവരും കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ, ഈ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി പുറത്ത് കുറച്ച് ഔട്ട്ഡോർ ഗെയിംസാണ്. അപ്പം മഴ ഇല്ലാത്ത സമയം നോക്കി ഗെയിമൊക്കെ സെറ്റ് ചെയ്യാണ്. അതിനുവേണ്ടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബലൂൺ പൊട്ടിക്കലാട്ടോ. ഇതൊരു അടിപൊളി ഗെയിമായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഗെയിംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇനി എല്ലാവരും ഒന്ന് ചില്ല് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അടുത്ത റൗണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ എല്ലാവരും കളിക്കുക കേട്ടോ. എൻ്റെ മോളവിടെ കളിക്കുന്നുണ്ട്, ഞാനിവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കൊക്കെ കയറാൻ പറ്റിയ റൈഡുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മളൊക്കെ കയറിയത് കേട്ടോ. അപ്പോൾ അതാ കുട്ടികളൊക്കെ കളിക്കുകയാണ്. പിന്നെ ഈ റിസോർട്ടിൻ്റെ അകത്ത് 3 റൂമും കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഫ്രഷ് ആവുന്നുണ്ട്, കിടക്കുന്നുണ്ട്. അങ്ങനെ ഗെയിംസ് കളിക്കുന്നുണ്ട്. പാർക്കിൽ കുറേ ആൾക്കാരുണ്ട്, ഫോട്ടോസ് എടുക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു അടിപൊളി ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പം ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇനി അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ഉച്ചക്ക് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അതൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇനി കുറച്ചുകൂടെ ഗെയിംസ് ഉണ്ട്. ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്, കുറച്ച് ഇൻഡോർ ഗെയിംസ് ഉണ്ട്, പിന്നെ കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അതാ എൻ്റെ ഉപ്പ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അവിടെ. ഇനി ഞങ്ങളുടെ അടുത്ത മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അടുത്ത മഴ വരുന്നതിന് മുന്നേ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു മഴയ്ക്കുള്ളൊരു ചാൻസ് ഉണ്ട്, നല്ലൊരു മഴ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങൾ ആദ്യം ലേഡീസ് എല്ലാവരും ഒരു ഫോട്ടോ എടുത്തു, പിന്നെ ആണുങ്ങളെല്ലാവരും എടുത്തു. കാരണം അത്യാവശ്യം വലിയ കുടുംബമായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ ആയിട്ടുണ്ടായിരുന്നു.
ഈവനിങ് ചായൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ പൂളിലെ കളിയും പിന്നെ ഞങ്ങളുടെ ചായകുടിയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു മെഗാ മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു, എല്ലാ ലേഡീസും ഉള്ള ഒരു വലിയൊരു മ്യൂസിക്കൽ ചെയർ. ഗെയിംസൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി കുറച്ച് കലാപരിപാടികളൊക്കെയാണ്. കുട്ടികളുടെ കുറച്ച് ഡാൻസും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ഒപ്പനയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ദീദിനെ ബ്രൈഡ് അയച്ച് മാറ്റിക്കുന്നത് ആരാ? ഇതാണ് ഫാഷൻ ഡിസൈൻസ് സ്റ്റുഡൻ്റ് ആണ് ഫിദ. ദീദി ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഇതാ ഗൈസ് ഞാൻ വീണ്ടും ബ്രൈഡ് ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ കളിക്കുന്ന ഒപ്പനയിൽ ഞാനാണ് ബ്രൈഡ് ഇന്ന്. ഈ പരിപാടികൾക്കൊക്കെ ശേഷം ഞങ്ങളും പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു 11 മണി 11:30 ആകുമ്പോഴാണ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടാട്ടോ തിരിച്ച് വന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ കുടുംബസംഗമം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.